കളർഫുൾ ബഡ്സ്. അപ്പം നോക്കാം നമുക്ക്. ബഡ്സ് ഓഫ് വേരിയസ് കളേഴ്സ് ആർ ഗിവൺ ടു 5 ചിൽഡ്രൻ. ഹൗ മെനി ബഡ്സ് ഡിഡ് ഈച്ച് ഗെറ്റ്? അപ്പം 5 കുട്ടികൾക്ക് വിവിധ നിറത്തിലുള്ള മുത്തുകളാണ് കൊടുത്തത്. ഓരോ കുട്ടികൾക്കും എത്ര മുത്തുകൾ കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇഫ 10 10 10 7. അപ്പം നമുക്ക് നോക്കാം ടോട്ടൽ എത്രയാ. 3 10 വരുമ്പോഴത്തേക്ക് എത്രയാ? 30. 30 പ്ലസ് 7 എത്രയാ? 37. പിന്നെ ഇവിടെ അരുൺ എത്രയാ? 1 2 3. 3 10ഉം പിന്നെ ഒരു 5ഉം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയാ? 3 10 ആകുമ്പോൾ 30. 30യുടെ 5 വരുമ്പോൾ 35. പിന്നെ അടുത്ത് എന്ത്? ഷെറിൻ എത്ര? 1 2 3 4 5 10 ഉണ്ട്, ഒരു 6 ഉണ്ട്. അപ്പൊ 5 10 ആകുമ്പോൾ 50. 50 പ്ലസ് 6 എത്രയാ? 56. മാളൂന് എത്രയാ? 10 10 10 10 10. 5 10 തന്നെ ഉണ്ട്, പിന്നെ ഒരു 8 ഉണ്ട്. അപ്പോഴത്തേക്കും 50 പ്ലസ് 8 എത്രയാ? 58. ആസിഫിന് 10 10 10 10 4 10 ഉണ്ട്, ഒരു 4 ഉണ്ട്. അപ്പൊ 40 പ്ലസ് 4 എത്രയാ? 44. റൈറ്റ് ദ നമ്പർ ഓഫ് ബേർഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദി സ്മാളസ്റ്റ്. തന്നിരിക്കുന്ന മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുവാണ്. അപ്പൊ അതെങ്ങനെ എഴുതാം? ആദ്യം എഴുതാ 58, പിന്നെ 56, പിന്നെ 44, പിന്നെ 37, 35. അതപ്പോ അവിടെ എഴുതണം. മാളു ആൻഡ് ഹെർ ഫ്രണ്ട്സ് കളക്റ്റഡ് ബേർഡ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. ഹൗ മെനി ബേർഡ്സ് ഓഫ് ഈച്ച് കളർ? മാളുവിന്റെ കൂട്ടുകാരും വിവിധ നിറത്തിലുള്ള മുത്തുകൾ ശേഖരിച്ചു. ഓരോ നിറത്തിലും എത്ര മുത്തുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. റെഡ് 50 ആൻഡ് 4 മേക്ക് എത്രയാ? 54. യെല്ലോ 30 ആൻഡ് 5 മേക്ക് എത്രയാ? 35. പിന്നെ അടുത്ത ഗ്രീൻ 60 ആൻഡ് 6 മേക്ക് എത്രയാ? 66. ബ്ലൂ 40 ആൻഡ് 7 മേക്ക് എത്രയാ? 47. ബ്ലാക്ക് 20 ആൻഡ് 8 മേക്ക് എത്രയാ? 28. അതപ്പോ അവിടെ എഴുതാം. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് എന്ന് ചെയ്യുമ്പോൾ നമുക്കറിയാലോ. ലെറ്റ് us play സ്നേക്ക് ആൻഡ് ലാഡേഴ്സ്. For that, write numbers from 1 to 100 in order. Don't forget to draw 4 സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. അപ്പം ഏണിയും പാമ്പും കളിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. അതിനു വേണ്ടിയിട്ട് 1 മുതൽ 100 വരെ എഴുതാൻ പറഞ്ഞിരിക്കുക. പിന്നെ കുറെ പാമ്പുകളെയും ഏണികളും വരയ്ക്കാൻ മറക്കലെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ 1 to 100 വരെയുള്ള സംഖ്യകൾ പഠിക്കാനായിട്ട് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുക. അതപ്പോ അവിടെ എഴുതണം. പിന്നെ ഇവിടെ എന്താ നോക്കാം. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദി ലാസ്റ്റ് 2 പിക്ചേഴ്സ് ആസ് ഇൻ ദി ഫസ്റ്റ്. അവസാനത്തെ 2 ചിത്രങ്ങളിലെ വിട്ടുപോയ സംഖ്യകൾ ആദ്യത്തേതിൽ കാണിച്ചതുപോലെ പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ഇവിടെ 59ഉം ഇവിടെ 60ഉം ഇവിടെ 61 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ മിസ്സാണ്, ഇവിടുത്തെ മിസ്സാണ്. അപ്പൊ ഇവിടെ സെന്ററിൽ 95 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ബിഫോർ നമ്പർ എത്രയാ? 94 എഴുതുക. ജസ്റ്റ് ആഫ്റ്റർ 96 എവിടെ എഴുതുക. പിന്നെ ഇവിടെ 89 തന്നിട്ടുണ്ട്, പിന്നെ ഉള്ള 2 തന്നിട്ടില്ല. അപ്പൊ 89 ജസ്റ്റ് ആഫ്റ്റർ നമ്പർ എത്രയാ? 90. പിന്നെ ഇവിടെ എത്രയാ അത് കഴിഞ്ഞിട്ടുള്ളത്? ജസ്റ്റ് ആഫ്റ്റർ 91. അതപ്പോ എവിടെ എഴുതണം. പിന്നെ റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ചുവടെയുള്ള ചിത്രത്തിലെ വിട്ടുപോയ സംഖ്യകൾ പിന്നെ നമ്മൾ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുക. ഇത് ഡ്രാഗൺ ഫ്ലൈസ് ആണ്, എന്ന് വെച്ചാൽ തുമ്പികൾ. അപ്പൊ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ഓൾറെഡി എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 30 പ്ലസ് 8 തന്നിട്ടുണ്ട്. അപ്പം 30യെ സ്പ്ലിറ്റ് ചെയ്ത് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 8 ആയിട്ട് എഴുതിയിരിക്കുക. അപ്പൊ 30 പ്ലസ് 8 എത്രയാണ്? ടോട്ടൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 38 ഉണ്ട്. അപ്പൊ അതുപോലെ ഇവിടെയും കണ്ടുപിടിക്കാം. ഇവിടെ 26 തന്നിട്ടുണ്ട്. അപ്പൊ 26 ആകുമ്പോഴത്തേക്ക് 20 പ്ലസ് 6 ആണല്ലോ 26. അത് ഇവിടെ എഴുതുക. ഇനി 20യെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 10 പ്ലസ് 10 പിന്നെ പ്ലസ് 6 വരും. അതുപോലെ തന്നെ ഇവിടെ എഴുതണം. ഇവിടെ നമുക്ക് ഇവിടെ 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 4 തന്നിട്ടുണ്ട്. അപ്പം എത്ര 10 ഉണ്ട്? 5 10 ഉണ്ട്. അപ്പം 50. അപ്പൊ 50 ഇവിടെ എഴുതുക. പിന്നെ പ്ലസ് 4 ഇവിടെ എഴുതുക. അപ്പൊ 50 പ്ലസ് 4 എത്രയാ? 54 ഇവിടെ എഴുതുക. പിന്നെ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സെന്ററിൽ അതിന്റെ നമ്പർ തന്നിട്ടുണ്ട്. 65 തന്നിട്ടുണ്ട്. അപ്പൊ 65 നമ്മൾ എങ്ങനെ എഴുതാം? 60 പ്ലസ് 5 ആണല്ലോ 65. അതപ്പോ 60 പ്ലസ് 5 ഇവിടെ എഴുതുക. പിന്നെ 60നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10. 6 10 വരയ്ക്കുക. പിന്നെ പ്ലസ് 5 എഴുതുക. അപ്പൊ 65. ഇനി അടുത്ത പേജിൽ നോക്കുമ്പോഴത്തേക്കും റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. സംഖ്യകൾ ക്രമത്തിൽ എഴുതി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുക. വേംസിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 65 64 63. അപ്പൊ ഇത് 1 വെച്ചിട്ട് ഡിക്രീസ് ആയിട്ട് വരുക. അപ്പൊ നമ്മൾ ബാക്കി അതേപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പം 63 കഴിഞ്ഞ് 62 61 60 59 58 57 അതുപോലെ 56. അപ്പോഴേക്ക് അടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്തുവാ?
ഇതിൽ 88 ഉണ്ട്, 89 ഉണ്ട്, 90 തന്നിട്ടുണ്ട്. അപ്പം 1 വെച്ച് ഇൻക്രീസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ബിഫോർ നമ്പർ എത്ര? 87 ഇവിടെ എഴുതുക, അതിന്റെ ജസ്റ്റ് ബിഫോർ 86 ഇവിടെ എഴുതുക. പിന്നെ ഇവിടെ എങ്ങനെ എഴുതാം? 90ക്ക് ശേഷം വരുന്ന നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 91, 92, 93, 94, 95 അവിടെ എഴുതുക. പിന്നെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 28, 29, 30 ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 1 വെച്ച് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ബിഫോർ 27, അതിന്റെ ജസ്റ്റ് ബിഫോർ 26, 25, 24, 23, 22, 21 എഴുതുക. അതേപോലെ തന്നെ ഇവിടെയും വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കും. ഇവിടെ 91 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ 91ന് ശേഷമുള്ള നമ്പേഴ്സ് എഴുതാം, 91ന് മുമ്പുള്ള നമ്പേഴ്സ് വരാം. അത് ഡിക്രീസിങ് എഴുതാം, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ രണ്ട് രീതിയിലും എഴുതാൻ പറ്റും. ഡിക്രീസിങ് ഓർഡർ ആണെങ്കിൽ ഇങ്ങോട്ട് 90, 89, 87 എഴുതാം. പിന്നെ ഇങ്ങോട്ട് എന്താ എഴുതാം? 92, 93, 94 എഴുതാം. അപ്പൊ രണ്ട് രീതിയിലും എഴുതാം. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാ? ഇവിടെ 79 ഉണ്ട്, ഇവിടെ 74 തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ? ഡിക്രീസിങ് ഓർഡർ. അപ്പം ഇവിടെ എങ്ങനെ എഴുതാം? 79 കഴിഞ്ഞ് 78, 77, 76, 75, 74, 73 അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെ എങ്ങനെയാ? 99, 98. അപ്പൊ ഇവിടെ 93 തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വേണേൽ നമുക്ക് എഴുതാം. ഒന്നെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതും 99, 98, 97, 96, 95, 94 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് പിന്നെ ഇൻക്രീസിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? തിരിച്ചെഴുതണം. അപ്പൊ എങ്ങനെ എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ 92 വരും, പിന്നെ 90 വരും, പിന്നെ 89, 87, 86, 85 ആ രീതിയിലും എഴുതാൻ പറ്റും.